ഹർഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ഒരു പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്. ഇപ്പോൾ 2 ദിവസങ്ങളായി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. എന്തുകൊണ്ട് നിറയുന്നു? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് ആരാകും സ്ഥാനാർത്ഥി? വടകരയിൽ നിന്ന് ജയിച്ച് ഇപ്പോൾ MP ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ തിരിച്ചു വരുമോ, അതോ രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിക്കുമോ? പിന്നെ കോൺഗ്രസിന്റെ ഒരു കൂട്ടം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനായി വാദങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണമെന്ന് ഉള്ള വാദം ഉന്നയിക്കുന്നു. അവർ തമ്മിൽ നേതാക്കൾ തമ്മിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി ചേരിതിരിഞ്ഞ് കൊമ്പ് കോർക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ആരായിരിക്കും ഹർഷയുടെ അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റിന്റെ നിരീക്ഷണത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി പാലക്കാട് വരാൻ പോവുക? ഷാഫി പറമ്പിലിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം MP-മാർ 5 or 6 MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ഷാഫി പറമ്പിലിന്റെ പേര് ഉയർന്നു വരുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചുരുക്കം നാൾ കൊണ്ട്, എനിക്കൊന്നു 1 വർഷം കൊണ്ട് തന്നെ വലിയ രീതിയിൽ പടർന്നു പന്തലിക്കുകയും അതുപോലെ തന്നെ തകർന്നടിഞ്ഞ് താഴേക്ക് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴും പാലക്കാടുള്ള ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട അമ്മമാർക്കും സ്ത്രീകൾക്കും രാഹുൽ മാങ്കൂട്ടം എന്നും ദൈവതുല്യനായിട്ടുള്ള നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. പൊതുജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിനെ മത്സരിപ്പിച്ചാൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള ഭയം അത്രത്തോളം വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിനെ മത്സരിപ്പിക്കാൻ പല നേതാക്കൾക്കും ഇന്നും താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു VD സതീശന്റെ ഒരു ഇന്റർവ്യൂവിൽ നിന്നും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 50% യുവാക്കളെയും അതുപോലെ സ്ത്രീകളെയും മുന്നോട്ട് കൊണ്ടുവരുമെന്ന്. അതിന് പിന്നാലെ നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ചർച്ച ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം സജീവമായ ഒരു യുവാവിനെ ഇനി വാർത്തെടുക്കാൻ അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന യുവാക്കളിൽ അത്തരത്തിൽ ഒരു വ്യക്തി കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നമുക്ക് പലർക്കും അതുള്ളതാണ്. മറ്റൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്തത് സന്ദീപ് വാര്യരുടേതാണ്. കാരണം പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഇന്നിപ്പോൾ പാലക്കാട് മാത്രമല്ല കേരളത്തിലൊട്ടാകെ ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു ലേബലോട് കൂടി അദ്ദേഹം അറിയപ്പെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ BJP നേതാവ് എന്നുള്ളത് മറന്നുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. പാലക്കാട് സംഭവ ബഹുലമായ ഒരു കാഴ്ചപ്പാട് തന്നെയായിരിക്കും. കാരണം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ചില ജില്ലകളിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് പാലക്കാട് രാഹുലിന്റെ ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെ പാലക്കാടാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്, VD സതീശൻ ഇപ്പോഴും തന്റെ നിലപാടിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുമോ എന്നുള്ളത് സംശയമല്ല, തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് PJ കുര്യനെ പോലെയുള്ള പല മുതിർന്ന നേതാക്കന്മാരും VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതും ചോദ്യം ഉന്നയിക്കുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ഫാക്ടർ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പല കോണുകളിൽ നിന്നും ചർച്ചകൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ സന്ദേശം തെറ്റായിരിക്കില്ലേ? തീർച്ചയായിട്ടും രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നത് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് പാർട്ടിയെ രാഹുൽ അങ്ങനെ മത്സരിച്ചാൽ അത് പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയെ തന്നെയായിരിക്കും. കാരണം കോൺഗ്രസിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഉണ്ടാകും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ വോട്ട് സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അത് കഴിഞ്ഞ ഈ പറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ. ആ സമയത്ത് കോൺഗ്രസിനെ PV അൻവർ എങ്ങനെയാണ് പ്രതിസന്ധിയിലാക്കിയത്, അത് തന്നെ ആ സെയിം സാഹചര്യം പാലക്കാട് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോ ഇത്തരത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിന് അത്തരത്തിലൊരു നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ എന്നുള്ളതും സംശയമാണ്. ഇല്ല, ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി രാഹുലിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി മുന്നണി മാറ്റി നിർത്തിയപ്പോൾ പോലും UDF മാറ്റി നിർത്തി ഇനി ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഇറങ്ങുകയും അതിനുശേഷം ഈ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറെ പ്രവർത്തകരാണ് ഇന്നിപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത്, അവരെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലിറങ്ങിയ രാഹുൽ മാങ്കൂട്ടം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽവി ഏറ്റുവാങ്ങാനുള്ള 2021 തെരഞ്ഞെടുപ്പിൽ, അതായത് മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ച മത്സരത്തിൽ എല്ലാവരും ഇവിടുത്തെ CPM-കാരും ഇടതുപക്ഷവും വലതുപക്ഷവും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഷാഫി പറമ്പിൽ ജയിക്കണമെന്നുള്ളത്. ഷാഫി പറമ്പിൽ വളരെ 2000-നകത്ത് വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം വടകരയിൽ MP ആയി മത്സരിക്കുന്ന പോയതിന്റെ സാഹചര്യത്തിൽ അവിടെ ബൈ ഇലക്ഷൻ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, അതായത് BJP ശക്തമായ സ്വാധീനമുള്ള ഒരു ഇടമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി, ഇപ്പോൾ സിനിമാ നടന്മാരായ ജയറാമിന്റെ പേര് പറയുന്നുണ്ട്, ദേവന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു താരപ്രഭയിലുള്ള ഒരാൾ വരികയും കൃത്യമായി സംഘടനാ സംവിധാനം ചലിപ്പിക്കാനാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ
BJPക്കും വലിയൊരു സ്ഥാനം അവിടെ അഡ്രസ്. പക്ഷെ അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷാഫി പറമ്പിൽ 3800ഓളം വോട്ടുകൾക്കായിരുന്നു ഭൂരിപക്ഷത്തോട് വിജയിച്ചതെങ്കിൽ പിന്നീട് ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മത്സരിച്ചപ്പോൾ വിജയിച്ചത് 18,000 മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു. അത് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടോ അത്തരത്തിലൊന്നും ആയിരുന്നില്ല. ചാനൽ ചർച്ചകളിലൂടെ സജീവമായിരുന്ന ഒരു വ്യക്തി പിന്നീട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഷാഫിയോടുള്ള സ്നേഹവും കോൺഗ്രസിനോടുള്ള സ്നേഹവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്ര വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഇപ്പോൾ താരങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മറ്റ് പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. BJPയിൽ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെയും എനിക്കൊന്ന് കുമ്മനം രാജശേഖരന്റെ പേരാണെങ്കിലും കെ സുരേന്ദ്രന്റെ പേരാണെങ്കിലും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാലും ഇത്തരത്തിൽ വിജയം സുനിശ്ചിതം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ കഠിനമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുമെന്നുള്ളത് CPM ഇപ്പോൾ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് BJPയും 3ാം സ്ഥാനത്ത് CPM ആയിരുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പോട് അടുക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ ചോദിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് BJPയുടെ കയ്യിൽ പോയത് എന്നുള്ളത് നമ്മൾ മത്സരിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുമോ പാലക്കാട് വീണ്ടും? തീർച്ചയായിട്ടും നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള നേതാക്കന്മാരെ നിർത്തുമ്പോൾ അത്രത്തോളം തന്നെ ഒരു സ്റ്റാർ സ്റ്റാറ്റസ് ഉള്ള ഏതെങ്കിലും നേതാവിനെ തന്നെ ആയിരിക്കും CPM ഇത്തരത്തിൽ അല്ലെങ്കിൽ LDF ഇത്തരത്തിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിന് അവർ തയ്യാറാകില്ലായിരിക്കണം. പിന്നെ സരിനെ പോലെ പാർട്ടി എന്നും ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ടാണെങ്കിലും അതല്ലാതെയാണെങ്കിലും പാർട്ടിയെ എന്നും മുന്നോട്ട് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകളെ പരമാവധി ന്യായീകരിച്ചുകൊണ്ട് കൃത്യമായി സന്ദർഭത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സരിൻ മത്സരിക്കില്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ വിജയ സാധ്യത നമുക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ UDFോ BJPയോ എന്ന് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി സൈലന്റ് ആയിരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് BJP ചെയ്തതുപോലെ സൈലന്റ് ആയിരുന്നുകൊണ്ട് CPM പ്രവർത്തിച്ചുകൊണ്ട് മറ്റെല്ലാവരുടെയും ശ്രദ്ധ BJPയിലേക്കും UDFിലേക്കും തിരിയുമ്പോൾ CPM മുന്നോട്ട് തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ തൃത്താലയാണെങ്കിലും ഇപ്പോൾ സിറ്റിംഗ് സീറ്റാണ്. പാലക്കാട് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ VT ബൽറാം വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ തൃത്താലയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് വരും. VT ബൽറാമിന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ MP രാജേഷ് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ തൃത്താലയിൽ ഇത്തരത്തിൽ ഒരു ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പാലക്കാട് UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന മുറയ്ക്കാണ് ഇപ്പോൾ CPM അതിൻ്റെ ഒരു പ്ലാനിങ്, അതിൻ്റെ കോർഡിനേറ്റിംഗ് സ്റ്റെബിലിറ്റി കൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും പാലക്കാട് ഷാഫി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ പേരുകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് ചിന്തിക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക.